ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ
ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുകരങ്ങളിൽ നിന്നും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എണ്ണിയാൽ തീരാത്ത നന്മകളാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം അവിടുത്തെ ദാനം മാത്രമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നൽകി ഇത്രത്തോളം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന നിന്റെ വൻ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബ ജീവിതത്തിനായി നിന്നെ സ്തുതിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ എല്ലാ നല്ല അനുഭവങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് വിശുദ്ധ വിവാഹ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ലിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ മകന്റെ ജീവിതയാത്രയും ഇന്നയോളം വ്യാപരിച്ച ദൈവിക കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയ മകന് നീ ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. പ്രിയ മകന് വേണ്ടി നീ ഒരുക്കപ്പെട്ട മകൾ ജിൻസിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രണ്ടുപേരെ നീ അധികമായി വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിന്ന് അരുളിച്ചത് കർത്താവേ, ദിവ്യ സ്നേഹത്താൽ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ഏറ്റവും അർത്ഥവത്തായ ക്രിസ്ത്യ കുടുംബജീവിതം നയിപ്പാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളുടെ മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും നീ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നു. ഞങ്ങളുടെ യാത്രയിൽ ദൈവം കൂടെ ഇരിക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ത്രിയേക ദൈവത്തിന്റെ കൃപയും സ്നേഹവും സമാധാനവും മകന്റെ കൂടെ ഇരുന്ന് ഏറ്റവും അർത്ഥവത്തായ കുടുംബജീവൻ നയിപ്പാൻ മകനെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് എത്രയും വേഗം അനുപമ സ്നേഹ ചൈതന്യമേ
just can't reason out how I fell in love so quickly, so deeply, so completely. When I look at you, my world starts spinning round. ऐसी बन गए, नमी बन गए, तुम मेरे आसमान, मेरी ज़मीन बन गए। ऐसी बन गए, नमी बन गए, तुम मेरे आसमान, मेरी ज़मीन बन गए। You make my heart come alive, come alive. Won't you stay in my arms for the night, for the night? Won't you lie next to me till we see more light, baby? You make my heart come alive, come alive. You make me feel like I'm floating in the night sky. I see you fly by in the starlight. I catch your hand, you hold me tight. So easy to get lost in your eyes. Watch them shine bright in the moonlight. Nothing else could feel so right. ऐसी बन गए, नमी बन गए, तुम मेरे आसमान, मेरी ज़मीन बन गए। ऐसी बन गए, नमी बन गए, तुम मेरे आसमान, मेरी ज़मीन बन गए। You make my heart come alive, come alive. Won't you stay in my arms for the night, for the night? Won't you lie next to me till we see more light, baby? You make my heart come alive, come alive. You make my heart come alive, come alive. Won't you stay in my arms for the night, for the night? Won't you lie next to me till we see more light, baby? You make my heart come alive, come രണ്ട് ഭാഗമായിട്ട് ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയാണ്. വീട്ടിലും ചെയ്താൽ വിവാഹം വെച്ച് ദേവാലയത്തിൽ വന്ന് ദൈവത്തിന് പൂർണ്ണമാകുന്നു. മോതിരമാടുന്ന ശുശ്രൂഷ എന്നീ ശുശ്രൂഷ അറിയപ്പെടും. രണ്ടാം ഭാഗം തിരികെയാണ് ശുശ്രൂഷ. കാര്യം സാന്നിധ്യം നിങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധനുമായ ക്രിസ്തുവേ, ആദിമുതൽ എന്നേക്കും തന്നെ ആകാശവും
തന്റെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ആ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, എല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവേ നിനക്ക് സ്തുതി, ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, നിന്നോട് കൂടിയുള്ള ഇല്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുവാനാകണമേ. നിന്റെ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ മാനവൾ സമൃദ്ധിയായി വരികയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടി മാതൃകത നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടി മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സല സംഘങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. എല്ലാവർക്കും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രം നിങ്ങൾ കരയിക്കുന്നു, ആയിരപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വാനോർഭൂവാസികളെയോ സന്തോഷിപ്പിച്ച സ്വർഗത്തെ ഭൂമിയെ ഉയരത്തെ വാഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, വൃത്തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണയ്ക്കും ഉണ്ടായിരിക്കുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കുന്നു. സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായി പിഴവുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും തന്നെ വീഴുകയും സകലത്തിൽ പാപങ്ങളിൽ തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വപ്നമാണ് തന്റെ അറിയാത്ത മോചനമാർഗം ശിശുപൂർണ്ണമാക്കുന്നു. ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനമന്ത്രം യോഗ്യമാകുന്നു. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവരും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവരും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവരും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവയും നന്മകളുടെ
ജീവന്റെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള ഉറോണിയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീന ദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമാരുടെ കാരുണ്യപൂർവ്വം അവയാനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെ, ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെ ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്ത വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരം ഇവരെ നീ അലങ്കരിക്കണമേ. ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാലിവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതിവർ നിന്ന് നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധ റുഹായോട് വിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവൃതവും എടുപ്പുള്ളതേകളെ തനിക്ക് വിവാഹത്തിന് ചെയ്യുന്ന സത്യമണവാനായുള്ളവേ, അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാറിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാനവരെ യോഗ്യരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർക്ക് ഏറ്റുമാറാകണമേ. തന്റെ കൃപയാലും വിപുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനോടും പരിശുദ്ധ റുഹായിക്കും സ്തുതി. സമയം മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായി തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താൽ നിറയുന്ന സ്തുതിയും സ്തോത്രവും നിറയ്ക്കുകയും ചെയ്യണം. തന്റെ മശിഹാമൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കം ഒതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ.
ഇസഹാക്കിന്റെ റബേക്കയുടെ വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവുന്ന ശുഭരാത്ത ആഗ്രഹിക്കത്ത കാലങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശിവശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിഭാഗതയിൽ കൂടെ ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നന്മയുള്ള കാര്യങ്ങളും അനുഗ്രഹകരമായ ആളുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത വൃന്ദാൽ നിൽക്കുന്ന ബലഹീനരും ഭാഗ്യവുമായ നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാര്യങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിരിക്കുന്നവരുടെ മേലും നിന്റെ നന്മകളും വാഴുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്നതിന്റെ സ്ലീബായ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും വിശുദ്ധമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിലേക്ക് ഒരുക്കി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30, 60, 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മ നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവിന്റെ സ്നേഹം രാമകൻ നിങ്ങളോട് കൂടി ചിന്തപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. വിവാഹ നിശ്ചയ ശുശ്രൂഷകളെ പൂർണ്ണമാക്കുന്നു. പിന്നീട് വാഴത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമേ, കർത്താവേ, ഞങ്ങളെ മക്കളെ യോജിപ്പിക്കണമേ. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിൽ സഹായിക്കണമേ. യോജിപ്പിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങളോട് പൂർക്കണമേ. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കണം. ആരാണ് നല്ലൊരു മണവാളൻ? എങ്ങനെ ഒരു മണവാളിനെ സമ്മതിക്കും? ഈ കാലത്ത് അഡ്വർടൈസ്മെന്റ് ധാരാളമുള്ള കാലം.
വേദപുസ്തകത്തോട് നമുക്ക് ചോദിച്ചാൽ ആരാണ് ഉത്തമ മണവാളൻ ചോദിച്ചാൽ ക്രിസ്തുവാണ് മണവാളൻ, സഭയാണ് മണവാളൻ. ക്രിസ്തു എപ്രകാരം നിർവ്യാജം ഈ സഭയെ സ്നേഹിച്ചു അതുപോലായിരിക്കണം നിങ്ങളുടെ സ്നേഹം. ഇന്നലത്തേക്കാൾ ഇന്ന് ഒന്നായി ക്രിസ്തുവിനെ നന്നായി അറിയുന്നതിന് വേണ്ടിയാണ് ഈ വിവാഹം എന്ന സഭ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്തു. ഇനി ഒരു വലിയ കല്യാണ സദ്യയുണ്ട് ദൈവസന്നിധി, നാം എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു സന്ദർഭം. അതിനുവേണ്ടിയുള്ളൊരു ഒരുക്ക നാളുകളാണ് നിങ്ങളുടെ കുടുംബത്തിൽ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു, ദൈവം നിങ്ങളെ ബന്ധിപ്പിക്കുന്നു, ഒന്നിപ്പിക്കുന്നു. ഈ ക്രിസ്തുവിൻ്റെ ഐക്യത്തിൽ നിലനിന്ന് ക്രിസ്തു എന്ന കൃപയിൽ പുലർന്നുകൊണ്ട് ഒന്നായി തീർന്ന് ക്രിസ്തു സന്നിധി ചെന്നെത്താനുള്ള ദൈവമേ ഈ കൂട്ടായ്മ മുഖാന്തരമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് രണ്ടാം ഭാഗം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത ആ കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്ക് നിങ്ങളെ യോഗ്യരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട തൊഴിൽക്കാരോടുകൂടെ നിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങൾ ഓരോടുകൂടെയും ഓർമ്മയിലും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയുന്നു ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പൂർവികരായ നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം നമ്മോടുകൂടെ, ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹവും നമ്മോടുകൂടെ. സഭയുടെ മക്കളാകുന്ന നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ ആശീർവദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അവ സ്വീകരിക്കുന്നു എന്ന ബോധ്യത്തിലും വിശ്വാസത്തിലും നിങ്ങൾ കുരിശു വരച്ച് വണങ്ങണം. ജനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ദൈവം കൃപ ചെയ്യണമേ എന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൂർവവിശുദ്ധരവാക്കിയ നിന്റെ നാമങ്ങളുടെ അക്ഷരത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടുകൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്തനരാജൻ നിൻബലത്തിൽ സന്തോഷിക്കുന്നു.
മാറി പോകാതെ മഹിമേ കാലമൊക്കെ ദരിദ്രക്കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. ഇരുന്നവരും ഇരിക്കുന്നവരും തലമുറ തലമുറയായ യഥാപ്രകാരം ഇരിക്കുന്ന സ്വയംഭവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണിക്കുന്ന ആദ്യമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ പേരും കരുണ ചെയ്ത് തന്റെ അടുക്കളേക്ക് നമ്മുടെ ലഭിച്ച മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷമുള്ള കിരീടങ്ങൾ സൗജന്യം ചെയ്യുന്നതിനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാറുടെ കിരീടമായ വിശ്വസിച്ച് പൂർണ്ണമാകപ്പെടുന്ന ഈ നേരത്തെ നമ്മുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും കുറയോടും കൂടെ തന്നെ മൗക്തീകരിക്കുകയും അത്യുന്നതങ്ങളെ മേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയും കലപ്രമിച്ചളവുകയും അവർ ദൈവമായ തന്റെ കരുണയുടെ പരിമയമായ തന്റെ ദൈവയുടെ നാളുള്ളയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മന്യരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരം കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കരുണയുടെ നിഴലിലും നിന്റെ ദയയുടെ ചെറിയ അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കുവാൻ അവർക്ക് നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളെ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരും നാമധരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധരുടെ ഭാഷത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ ഇടയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ആക്കണമേ. നിന്റെ ആത്മീയമുദ്രത്തോട് നീതിയുടെ വേലക്കാരും നിന്നോടുള്ള വ്യക്തിയുടെ തീഷ്ണതയിലും തിരുകൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരാകുവാനവർക്കും ഞങ്ങൾക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ അന്വേഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് ശ്രമമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിനാ ഞങ്ങളെ യോഗ്യതരാക്കണമേ. നല്ലൊരു മനുഷ്യനെ സ്നേഹിക്കുന്നവർ നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ കരയിക്കുന്നു. വെള്ളത്തെ നല്ല കഴിഞ്ഞാൽ മാറ്റുകയും പണവാനായി ഇപ്പോഴും മനുഷ്യനെ കർത്താവേ, നിന്റെ കൃപയായ സകല കഴിവുകളും അനുഗ്രഹിക്കുന്നതിന്റെ അടിയാതെ ആവശ്യപ്പിക്കണമേ. നിന്റെ ആഗ്രഹം അവരെ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്ന കല്യാണം വരുന്നത് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വധവാന്റെ കരുണയെ കണ്ടുകൊണ്ട് കരയുന്നു. ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഒരു പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തെ വായിച്ചു കാണുന്നു. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മിശിഹായുടെ സ്നേഹത്താൽ എന്നും കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവ് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ പ്രകാരം പുരുഷനും സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ
ഹാലലുയ ഹാലലുയ സഹോദരനെ നാം മണക്കത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പുസ്തകമായ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ കന്യകയായ മറിയാമിന്റെ ശരീരമുള്ള ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹ തന്റെ പരസ്യ ശുശ്രൂഷാകാലങ്ങളിൽ ഇപ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. യേശുതമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദ്ദാനക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരത്തിന്റെ പിന്നാലെ ചെന്നു അവിടെ വെച്ചവരെ സൗഖ്യമാക്കി. പ്രീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് തിരുമായിട്ട് അരുളി ചെയ്തത്, ആദ്യം സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരുന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും പെട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ തിരികെ ആശംസവായി. വാനിൽ നിന്നൊരു മകുടം കത്തൻ കയ്യാലിറങ്ങി മണവാളൻ താൻ ശിരസിൽ ഉമറോ മുടിച്ചൂട്ടുന്നു. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധനെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മനമാ
നിങ്ങളുടെ മണവാളനെ മുദ്രയിട്ടെ പശ്ചാത്തല സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്ങി നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാല നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൃസായുടെ വചനയിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസുഖം ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബിനും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുടെ മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവന്റെ മക്കളെയും അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി എന്റെ പിതാവിന്റെ ദൈവത്തിനെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും നല്ല ദൃഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്യപിതാവിനെപ്പെട്ട കിരീടങ്ങളുടെ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക. സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവമൈശ്വര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗങ്ങൾ കൊണ്ടും നിങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതു ഭാഗത്ത് കടലെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരട്ടെ. മെസ്സയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സിനായ പർവ്വതത്തിറങ്ങാത്തുന്ന നിങ്ങളെ നമ്മുടെ സർവസ്വത്തെ വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാടും നാം സ്തുതിക്കുകയും ചെയ്യണം. തോട്ടത്തിനുടയോനെ എന്നെ ഇളം കാലത്ത് വിശ്വാസത്തെ കരുതപ്പെടുത്തണമെന്ന് വിശുദ്ധന്മാരായ പിതാക്കന്മാർ നാം കൈക്കൊണ്ടിട്ടുള്ളതും ബഹുമാന്യരായ പൂർവന്മാർ തന്നെ കരുമേൽപ്പിച്ചതുമായി പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്ന ഇവരോട് അവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യമുള്ളവരാവാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മക്കളെ നിങ്ങൾ ദൈവം മുൻപാകെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവന്റെ മേശയുടെ മുൻപാകെ സ്ലീബായുടെ മുൻപാകെ വിശുദ്ധ യവൻഗേലിയോന്റെ മുൻപാകെ ഈ യോഗത്തിന് മുൻപാകെ ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുമ്പിലല്ല അറിയുന്നവന്റെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുകയും ഇതാ ഇന്നു മുതൽ ദൈവം നിങ്ങളെ തമ്മിൽ ചേർത്തിരിക്കുന്നു. ദൈവം നമുക്ക് നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യാവുന്ന സകലത്തിനും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവകൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും സിംഹാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്ന് ആവസിച്ച് വ്യാപരിക്കട്ടെ. കർത്താവേ ശിഷ്യാണ് വലുത് എപ്പോഴും നിങ്ങളോടുകൂടെ പാർക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ നിങ്ങൾ ഓരോരുത്തരും വിശ്വാസക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവിടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു.
അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കുമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വീണ്ടും തിരിച്ച് ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ ജനിച്ചതുപോലെ തന്നെ ഈ വിവാഹം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഉദ്ദേശപ്രകാരം നടന്നുവെന്ന് മരിക്കുന്നതുവരെ വിശ്വസിക്കണം, ഉറയ്ക്കണം. ദൈവത്തിന്റെ വലിയ കാര്യസാധ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നിങ്ങളെ ചേർത്തിരിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെക്കാൾ ഇന്ന് കർത്താവിനെ ഒന്നായി മനസ്സിലാക്കാൻ തക്കോണം ഈ കൂട്ടായ്മ മുഖാന്തരമാകും. നിങ്ങളുടെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയാൻ തക്കോണം പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം. ആയുസാണ് ദൈവം തന്നത്. നല്ലൊരു കുടുംബ ജീവിതത്തിന് അതിനുള്ളിൽ ദൈവം നിങ്ങളെ സഹായിക്കുന്നത്. അതിന് നിശ്ചിത വരെ തുടരുന്ന ഒരു അനുഭവമാണ് ദൈവത്തിൽ കിട്ടുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥന അനുഭവം നന്നായിട്ടുണ്ടാവും. പ്രേരണ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയണം. ആ വലിയ കൃപ എല്ലാവരും നിരന്തരം ദൈവമാണ്, കമ്മ്യൂണിക്കേഷനാണ്, കോൺവെർസേഷനാണ് പ്രാർത്ഥന. അത് നിങ്ങൾ ഓർക്കുന്നത്. ശ്രേഷ്ഠരായ മാതാപിതാക്കളുടെ സന്തതികളായി ജനിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തന്നു. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ മക്കളും നിങ്ങളെ കുറിച്ച് ശ്രേഷ്ഠ മാതാപിതാക്കൾ എന്ന് പറയപ്പെട്ടുണ്ട്. കുഞ്ഞുങ്ങളെ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഉത്തമ ജീവിതം ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ എന്നും ഇപ്പോഴും ഉണ്ടാവണം. കോൺക്രീറ്റ് പോലെ അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ഭദ്രമായി സൂക്ഷിക്കുകയും ഉറപ്പിക്കുകയും മറ്റൊന്നാണ് വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തം. അവിടെ നിന്ന് കിട്ടുന്ന ഊർജ്ജം, ബലം, ഒരാഴ്ച ജീവിക്കാൻ ശക്തി നിങ്ങൾക്ക് തരും. ഒരാഴ്ച മാത്രമല്ല, അത് മരണം വരെ നിങ്ങളോട് കൂടിയിരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ തെളിവായ മർമ്മമുണ്ട്. അത് തെളിയിക്കാൻ തോന്നും. ഓരോ പ്രാവശ്യവും വിശുദ്ധ വയസ്സിലായിട്ട് വരുമ്പോൾ അത് നിങ്ങളെ നന്നായി ബലപ്പെടുത്തി ശക്തിയും അത് നിശ്ചിത വരെ ഒന്ന് ആത്മബന്ധമാക്കുക. യേശു എനിക്ക് രക്ഷയുണ്ട്, എനിക്ക് ദൈവം, എനിക്ക് കർത്താവ്. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഈ കുടുംബം പണിയാണ്. വീട് പണിയുടെ രണ്ടുപേരെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി 7-ാം 24 വാക്യത്തിലാണ് ഈ രണ്ട് വീട് പണിക്കാരെ ദൈവം കാണിച്ചു വരുന്നത്. രണ്ടുപേർക്കും പരിസ്ഥിതികൾ ഒരുപോലെയാണ്. വേമാലി, വെള്ളപ്പൊക്കം, കൊടുക്കാൻ. എന്നാൽ പാറമേൽ മതദാർ വീട് സ്ഥിരമാണ്. ദൈവബന്ധമാണെന്ന പാറയിൽ വീട് പണിയാണ്. തകരുന്ന വീടുകളാണ് നമുക്ക് ചുറ്റും. പൊട്ടിപ്പോകുന്ന കുടുംബബന്ധങ്ങളാണ് നമുക്ക് ചുറ്റും. പൊട്ടാതെ എന്നും നിർത്തുന്നത് ദൈവം കേന്ദ്രമായി പണിയുന്ന വീടുകളാണ്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ കുടുംബം പണിയാണ് സ്വർഗ്ഗത്തിലെ ദൈവം. ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുകയും ഞങ്ങൾ പ്രാർത്ഥിക്കും. ആദ്യമായി നിങ്ങൾക്ക് സമ്മാനം വിശുദ്ധ വേദപുസ്തകം തന്നെ. അത് വായിച്ച് ഒന്നായി വളരുക. കർത്താവ് എല്ലാവർക്കും എഴുന്നേറ്റ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നല്ല കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാണ്. ആത്മീയമായ ശുശ്രൂഷ പ്രാർത്ഥനാപൂർവ്വം അത് സംബന്ധിച്ച് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ബലഹീനതകളും പൂർവ്വമുള്ളതായ നമ്മുടെ പ്രാർത്ഥനകളെ ഉന്നതമായ സിംഹാസനത്താകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ പൂർണ്ണമാണ്. Doing just fine before I met you. I drink too much and that's an issue, but I'm okay. Hey, you tell your friends it was nice to meet them, but I hope I never see them again. I know it breaks your heart. Moved to the city in a broke down car. 4 years no calls. Now you're looking pretty in a hotel bar, and I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't
afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of that mattress that you stole from your roommate back in Boulder. We ain't ever getting older. As good as the day I met you. I forget just why I left you. I was insane. Stay and play that Blink-182 song that we beat to death in Tucson. Okay. I know it breaks your heart. Moved to the city in a broke down car. 4 years no call. Now I'm looking pretty in a hotel bar. And I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of that mattress that you stole from your roommate back in